മിക്കവാറും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പേടിയോടെ പഠിക്കുന്ന ഒന്ന് തന്നെയാണ് മാത്സ് അല്ലേ. എന്നാൽ കുഞ്ഞു കുട്ടികൾക്കുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കിത് നോക്കിയാലോ. ആദ്യം നമുക്ക് 2ൻ്റെ ടേബിൾ നോക്കാം. ഞാൻ ആദ്യം 2ൻ്റെ ടേബിൾ എന്ന് എഴുതിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ലൈൻ വരയ്ക്കുക. ഇതിനെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 2 3 4 5. ഇപ്പം 5 കോളമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 4 കോളത്തിനകത്ത് 0 നമുക്ക് എഴുതി കൊടുക്കാമേ. ആദ്യം നമുക്ക് എത്ര എഴുതി കൊടുക്കണം? 0 എഴുതി കൊടുക്കണം. ഇനിയും ഈ 2 ഉണ്ടല്ലോ, ആദ്യം നമ്മൾ 2ൻ്റെ ടേബിൾ അല്ലേ, ആ 2 അതുപോലെ തന്നെ എഴുതിയേക്കുക. ഇനിയും 2 + 2 എത്രയാണ്? 4 ആണ്. അടുത്ത കോളത്തിൽ 0 4 എഴുതി കൊടുക്കണം. ഇനിയും 4 + 2 എത്രയാണെന്നറിയാലോ, പെട്ടെന്ന് നോക്കിക്കോളൂ, 6. അതും കൂടെ ഞാൻ എഴുതി കൊടുത്തു. അടുത്തത് 2 എടുത്തു, 8 കിട്ടി. ഇനിയും 8 + 2 എത്രയാണ്? 10 ആണ്. ആ 10 അതുപോലെ തന്നെ അടുത്ത കോളത്തിൽ അങ്ങ് എഴുതിയേക്കുക. അപ്പോൾ ഫസ്റ്റ് കോളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 4 6 8 10. ഇനി നമുക്ക് സെക്കൻഡ് കോളത്തിൽ എഴുതാം. 0 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാണ്? 1. അത് ഞാൻ ഇട്ട് കൊടുത്തു. 2 അതുപോലെ തന്നെ താഴോട്ടങ്ങ് എഴുതി കൊടുക്കുക. അടുത്ത കോളത്തിലും അതുപോലെ തന്നെ 0 കഴിഞ്ഞാൽ 1 4 അതുപോലെ താഴേക്ക് എഴുതി കൊടുത്തു. ഇനിയും 1 6 അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. അടുത്തതും 1 8 അതുപോലെ തന്നെ എഴുതി കൊടുത്തു. ഇനി 1 കഴിഞ്ഞാൽ ആഫ്റ്റർ നമ്പർ എത്രയാണ്? 1 കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ നമ്പർ 2. 1 + 1 2 ആണല്ലേ. അതുകൊണ്ട് അടുത്ത കോളത്തിൽ നമുക്ക് എത്ര എഴുതി കൊടുക്കണം? 2 എഴുതി കൊടുക്കണം. 0 അതുപോലെ തന്നെ എഴുതണം. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 2ൻ്റെ കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2 ആയത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ലേ? എത്ര ഈസി ആയിട്ട് നമ്മളത് ചെയ്ത് നോക്കിക്കേ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും കേട്ടോ. ഇനി ടേബിൾ പഠിക്കാനൊന്നും പേടിക്കേണ്ട. ആദ്യം ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ടേബിൾ അതുപോലെ തന്നെ എഴുതി വയ്ക്കാം. ഫസ്റ്റ് കോളത്തിൽ 2 1s are 2 അല്ലേ. 2 1s are 2. 2 2s are എത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്? 4. 2 3s are 6. 2 4s are 8. 2 5s are 10. ഇനി അടുത്തത് 2 6s are 12. 2 7s are 14. 2 8s are 16. 2 9s are 18. 2 10s are 20. ഇത്രയേ ഉള്ളൂ 2ൻ്റെ ടേബിൾ കേട്ടോ. വളരെ സിമ്പിൾ അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ പറഞ്ഞുതരാം. 2ൻ്റെ ടേബിൾ ആദ്യത്തെ 4 കോളത്തിൽ 0 ചേർത്ത നമ്പർ എഴുതുക. 2 അതുപോലെ തന്നെ ആദ്യത്തെ കോളത്തിൽ 2 + 2 4 6 8. ലാസ്റ്റ് കോളം വരുമ്പം 8 + 2 എത്രയാണ്? 10 ആണ്. 0 കഴിഞ്ഞുള്ള നമ്പർ 1 2 അതുപോലെ തന്നെ എഴുതി. ഇങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 3 നോക്കിയാലോ. ഇതും സിമ്പിളാണേ. കുറച്ചുകൂടെ സിമ്പിളായിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 3 പഠിക്കാം കേട്ടോ. ഞാൻ 3 എഴുതി കൊടുത്തിട്ടുണ്ട്. മുമ്പേ വരച്ച പോലെ ലൈൻ വരച്ചു. പക്ഷേ ഇവിടെ നമുക്ക് 3ന് 3 കോളം മതിയേ. അപ്പോൾ ടോട്ടൽ എത്ര കോളം മതി? 3 കോളം. അതിനെ നമുക്ക് റോ ആയിട്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ആദ്യം വരച്ച് വയ്ക്കുക. അല്ല, ഞാൻ എത്ര ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്തെന്ന് നോക്കണേ. 1 2 3 ആയിട്ട് ആദ്യത്തെ കോളത്തിൽ 0 1 2 3 എഴുതി കൊടുക്കുക. അടുത്ത കോളത്തിൽ നമുക്ക് എഴുതി കൊടുക്കുന്നത് 0 1 2 ആണ്. 3 വേണ്ട, 1 2 വരെ മതി. അതിൻ്റെ അടുത്ത കോളത്തിലും 0 1 2. ഇത്ര ആയപ്പം പകുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 3ക്ക് നേരെ 0 എഴുതി കൊടുക്കുക. 1 2 3 കണ്ടോ. 4 5 6 7 8 9. ഇത്രയേ ഉള്ളൂ 3യുടെ ടേബിൾ കണ്ടോ. വളരെ സിമ്പിൾ അല്ലേ. 3 1s are 3. 3 2s are 6. 3 3s are 9. 3 4s are 12. 3 5s are 15. 3 6s are 18. 3 7s are 21. 3 8s are 24. 3 9s are 27. 3 10s are 30. മിക്കവാറും കുഞ്ഞുങ്ങൾക്കൊക്കെ ടേബിൾ പഠിക്കാൻ തന്നെ ഭയങ്കര മറവിയല്ലേ. ഇനി മറവിയൊന്നും വേണ്ട കേട്ടോ, പേടിയും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാമേ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.